നമ്മുടെ അന്തരംഗം സമാധാനം നിറഞ്ഞിരിക്കണം. തന്നോട് തന്നെ ജയിച്ചാൽ മാത്രമേ നമുക്ക് തീർത്ഥങ്കരനെ പോലെ ഉറച്ച മനക്കരുത്ത് ലഭിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സ് ശാന്തി അനുഭവിക്കണം. കളരി പൂർണ്ണമായി പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ അഹിംസ നിറയും. നമ്മൾ കളരി പഠിക്കുന്നത് പോരാടാനാണ്. നമ്മൾ ഏത് ആയുധമെടുത്താലും ആരോട് തന്നെ പോരാടിയാലും നമ്മുടെ മനസ്സ് എപ്പോഴും ധ്യാനനിരതമായിരിക്കണം. തീർത്ഥങ്കരയുടെ വിഗ്രഹം പോലെ ദേഷ്യത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ ഒരു കണിക പോലും നമ്മുടെ ശക്തിയെ ചോർത്തിക്കളയും. മനസ്സ് ശാന്തമാണെങ്കിൽ നമ്മുടെ ശരീരവും ശക്തിയുള്ളതായിരിക്കും. കളരിയിലെ മൂന്നാമത്തെ ഘട്ടം പോരാട്ടവും ആത്മരക്ഷയുമാണ്. ഇതിനെ പ്രയോഗമെന്ന് പറയുന്നു. സമുദ്രത്തിലെ അലകൾ പോലെയാണ് അഭ്യാസിക്ക് ആക്രമണങ്ങൾ. അലകൾ എത്ര പ്രക്ഷുബ്ധമായാലും ആഴക്കടൽ എപ്പോഴും ശാന്തമായിട്ടായിരിക്കും കാണുക. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നേ? നിത്യ, എന്താ എന്താ നീ ഒന്നും പറയട്ടെ? മോളെ, സ്വന്തം ശരീരത്തെ അവള് വെറുത്തുകൊണ്ടേയിരുന്നു. അതിനെ നശിപ്പിക്കാൻ അവൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങൾക്ക് എപ്പോഴും അവളുടെ മേലൊരു ശ്രദ്ധ വേണ്ടി വന്നു. അതിനുശേഷം ഒരിക്കലും അവള് കണ്ണാടിയിൽ നോക്കിയിട്ടില്ല.
അതിനു മുമ്പ് അവള് കണ്ണാടി നിലത്ത് വെച്ചിരുന്നില്ല. നാലാമത്തെ ഘട്ടം സത്യമറിയുക എന്നതാണ്. പണ്ടുകാലത്ത് ഈ ദേഹമാണ് സത്യമെന്ന് അവർ പറയുമായിരുന്നു. സത്യത്തെ യഥാർത്ഥമെന്നും അർത്ഥമാക്കാം. അതിനാൽ ദേഹം യഥാർത്ഥമാണ്, അത് മായയല്ല, അത് തികച്ചും വാസ്തവമാണ്. ദേഹത്തെ മനസ്സിലാക്കിയാൽ മാത്രമേ കളരി ആരംഭിക്കാനാകൂ. സംസ്കൃതത്തിൽ ദേഹി എന്നാൽ നിൽക്കുന്നത്, ജീവനുള്ളത് അല്ലെങ്കിൽ അസ്തിത്വമുള്ളത് എന്നാണ് അർത്ഥം. നിൽക്കുന്നതിനെ നമ്മൾ ദേഹമെന്ന് വിളിക്കുന്നു. വീണു കഴിഞ്ഞാൽ അത് വെറും ജഡം. ദേഹത്തെ ഉയർത്തി നിർത്തുന്നത് അതിലെ ആത്മാവ്. ആത്മാവിന് ദേഹമില്ല. അതിനിവിടെയുള്ള യാതൊന്നുമായും ബന്ധമില്ല. അത് പാത്രത്തിലുള്ള ജലം പോലെയാണ്. അത് നദിയായോ സമുദ്രമായോ അല്ലെങ്കിൽ ആകാശമായോ രൂപം പ്രാപിക്കാം. പക്ഷേ ഇപ്പോഴത് ഒരു പാത്രത്തിൻ്റെ ആകൃതിയിലാണ് നിലകൊള്ളുന്നത്. ഇപ്പോൾ നിന്റെ ആത്മാവ് ദിവ്യ എന്നാണ് സ്വയം ചിന്തിക്കുന്നത്. ആ ആത്മാവാണ് ദേഹി. ദിവ്യ, ഗുരുജി, ആ വെള്ളം എടുക്ക്. ഞാൻ പറഞ്ഞത് വെള്ളം എടുക്കാനാണ്, പാത്രമല്ല. പാത്രമില്ലാതെ നിനക്ക് വെള്ളം എടുക്കാൻ സാധിക്കില്ലല്ലേ? ഇതുപോലെ മനസ്സ് ശരീരത്തിനുള്ളിൽ ജീവിക്കുന്നു. ദേഹത്തിലൂടെ മാത്രമേ അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ചലനത്തിലൂടെയും ശബ്ദത്തിലൂടെയും മാത്രമേ അതിനെ പ്രകടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ദേഹപരിപാലനം മനസ്സിനെയും ഉത്കൃഷ്ടമാക്കും. മനസ്സ് സുന്ദരമായി നിലനിർത്താൻ നമ്മൾ എന്ത് ചെയ്യണം? ദേഹം സുന്ദരമായി സൂക്ഷിക്കണം.